നമസ്കാരം. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഡിവൈഎഫ്ഐ നേതാവ് പാർട്ടിക്കുള്ളിലെ ഉൾക്കളികൾ സഹിക്കവയ്യാതെ സ്വമേധയാ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. ഇതിനുശേഷം CPM-നുള്ളിലെ ഗുണ്ടാബന്ധത്തെക്കുറിച്ചും അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. അത് കഴിഞ്ഞ് പാർട്ടി മുഖം രക്ഷിക്കാൻ ക്യാപ്സ്യൂളുമായി എത്തിയ പി ജയരാജന്റെ പ്രതികരണവും വലിയ വാർത്താ പ്രാധാന്യം നേടി. എന്നാൽ ഇതിനിടെ അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം മനു നടത്തിയിട്ടുണ്ട്. അതായത് പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന ആരോപണം. നിസാരമായി കരുതിയിരുന്ന ഈ ആരോപണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന ഒരു റിപ്പോർട്ടുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രം മനു തോമസ് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്നത് നിങ്ങൾക്കും വ്യക്തമാകും. അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ധനമന്ത്രി KN ബാലഗോപാലിനോട് കേരളത്തിൽ എത്രമാത്രം സ്വർണം എത്തുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന ധനമന്ത്രിക്ക് അതിന്റെ കണക്കുകളൊന്നും വ്യക്തമായി അറിയില്ല എന്ന നിസാര മറുപടിയായിരുന്നു അന്ന് വന്നത്. എന്നാൽ അത് അറിയാത്തതിന്റെ അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കാത്തതിന്റെ പൊരുളാണ് ഇപ്പോൾ മനുവിന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുന്നത്. അതായത് കേരളത്തിലേക്ക് എത്തുന്ന സ്വർണത്തിന്റെ കൃത്യമായ കണക്കെടുത്ത് കടത്തുകാരെ പൊക്കുകയാണെങ്കിൽ അതിൽ പിടിക്കപ്പെടുന്നത് സ്വന്തം പാർട്ടിയിലെ ചില പ്രധാനികളായ നേതാക്കന്മാർ, അതായത് സഖാക്കന്മാരാകുമെന്നുള്ള ബോധ്യം ധനമന്ത്രിക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇക്കാര്യങ്ങളൊന്നും ധനമന്ത്രി പരിഗണിക്കാതിരുന്നത്. കേരളത്തിൽ എത്ര ടൺ സ്വർണം പ്രതിവർഷം വിൽക്കുന്നുണ്ട് എന്ന AP അനിൽകുമാറിന്റെ നിയമസഭാ ചോദ്യത്തിനാണ് അതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന നിസാരമായ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ ധനമന്ത്രി KN ബാലഗോപാൽ ശ്രമിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് കേരളത്തിലേക്ക് എത്താറുള്ളത് എങ്കിൽ പോലും അതിൽ നിന്ന് GST വകയിൽ സർക്കാരിന് യാതൊരു തരത്തിലും വരുമാനം ലഭിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വരുമാനം മാത്രമാണ് ലഭിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നതാകട്ടെ സഖാക്കന്മാരും. അതായത് കേരളത്തിലേക്ക് എത്തുന്ന സ്വർണം മിക്കതും കള്ളക്കടത്തിലൂടെയാണ് എത്തുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇത്തരം നേതാക്കളാണ് എന്ന് ഇപ്പോൾ മനുവിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഓരോ ദിവസവും ഓരോ എയർപോർട്ടിൽ നിന്നും മറ്റ് ട്രാഫിക് പോസ്റ്റുകളിൽ നിന്നും എല്ലാം പിടിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. പിടിക്കപ്പെടുന്നവരിൽ മിക്കവരും മലയാളികളായിരിക്കും. കേരളത്തിൽ ഒരു ദിവസം പോലും സ്വർണം കടത്തുന്നതിനിടെ പിടിയിലായി എന്ന വാർത്ത വരാതിരുന്നിട്ടില്ല. കേട്ടും അടുത്ത വാർത്തയായതിനാൽ ഇത്തരം വാർത്തകൾക്ക് ഇപ്പോൾ അധികമാരും പ്രാധാന്യം നൽകാറില്ല. ഇതിന് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് ആലോചിക്കാറില്ല. എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ മലയാളികളെ പറ്റിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ മനുവിന്റെ പ്രതികരണം നാം വായിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാകും. അതും ചില സഖാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ തന്ത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തായതോ അല്ലെങ്കിൽ പുറത്താക്കിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ചർച്ചാ വിഷയമാക്കിയില്ല എങ്കിൽ പോലും മനു പറഞ്ഞ ആ ആരോപണം അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമുണ്ട്, അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അതായത് അതിൽ പ്രധാനമായും അന്വേഷിക്കേണ്ടത് സ്വർണ്ണക്കടത്തിന് പിന്നിൽ കാരിയറായി പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ അറിവോടെയുള്ള സഖാക്കന്മാരാണോ എന്നത് തന്നെയാണ്. എന്തായാലും സഖാക്കന്മാർക്ക് ഇത്തരം സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇത് പാർട്ടി നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ധനമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ സ്വർണത്തിന്റെ കടത്തിന് കാരിയർമാരായി സഖാക്കന്മാർ പോകുന്നത് എന്നത് തന്നെയാണ്.